നമസ്കാരം. യുഎഇയിൽ തൊഴിൽ നഷ്ട ഇൻഷുറൻസ് വർഷത്തിൽ പുതുക്കണമെന്ന് മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം. ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ ഇത് അനിവാര്യമാണ്. പുതുക്കാത്തവർക്ക് 400 ദിർഹം പിഴ ചുമത്തും. ഇൻഷുറൻസിൽ ചേർന്ന് 12 മാസം പൂർത്തിയാകുന്നതോടൊപ്പം തന്നെ പുതുക്കാൻ അപേക്ഷ നൽകണം. 1 മാസത്തെ ഗ്രേസ് പീരീഡിനകം പുതുക്കിയില്ലെങ്കിൽ പിഴ അടയ്ക്കേണ്ടി വരും. തൊഴിൽ നഷ്ട ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും പുതുക്കാത്തതിനാണ് പിഴ. ഇത് അടയ്ക്കുകയോ അല്ലെങ്കിൽ പ്രത്യേക അനുമതി എടുക്കുകയോ ചെയ്താൽ മാത്രമേ ഇൻഷുറൻസ് പുതുക്കാനോ പുതിയതെടുക്കാനോ അനുവദിക്കൂ. പിഴ ചുമത്തിയ ശേഷം പുതുക്കുന്നവർ 2 വർഷത്തെ പ്രീമിയം ഒന്നിച്ചടയ്ക്കണമെന്നും നിർദ്ദേശമുണ്ട്. 2023 നിർബന്ധമാക്കിയ തൊഴിൽ നഷ്ട ഇൻഷുറൻസിൽ ഇതുവരെ ചേരാത്തവരിൽ നിന്ന് 400 ദിർഹം വീതം പിഴ ഈടാക്കും. തൊഴിൽ നഷ്ട ഇൻഷുറൻസ് എടുക്കാത്തതിന് പിഴ അടച്ചാലേ വിസയും ലേബർ കാർഡും പുതുക്കാനും സാധിക്കൂ. വ്യക്തിഗത ഇൻഷുറൻസ് ആയതിനാൽ പിഴയും വ്യക്തി തന്നെ അടയ്ക്കണം. വർഷത്തിൽ 60 ദിർഹം ലാഭിക്കാനായി ഇൻഷുറൻസ് എടുക്കാതിരിക്കുന്നവർക്കും പുതുക്കാൻ മറന്നവർക്കും 7 ഇരട്ടി തുകയാണ് പിഴയായി നൽകേണ്ടി വരിക. 7 വർഷത്തെ പ്രീമിയം തുകയ്ക്ക് തുല്യമായ സംഖ്യ ഒരു തവണ പിഴ അടയ്ക്കാൻ നൽകേണ്ടി വരും. വലിയ കമ്പനിയിലെ ജീവനക്കാർക്ക് വേണ്ടി HR വിഭാഗം തൊഴിൽ നഷ്ട ഇൻഷുറൻസ് എടുത്തു നൽകിയിരുന്നു. എന്നാൽ യഥാസമയം പുതുക്കുന്നത് കമ്പനിയും ജീവനക്കാരും മറന്നതിനാൽ ഒട്ടേറെ പേർക്ക് പിഴ അടയ്ക്കേണ്ടതായി വന്നിരുന്നു. തുടർച്ചയായി 12 മാസമെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത ശേഷം തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് 3 മാസത്തേക്ക് പരിരക്ഷ നൽകുന്നതാണ് ഈ പദ്ധതി. സർക്കാർ സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്തു വരുന്ന 18 വയസ്സിന് മുകളിലുള്ളവരെല്ലാം ഈ ഇൻഷുറൻസ് എടുക്കണം.